നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 17-ാം ദിവസം. ഇന്ന ദിവസം സ്വർഗം ബഹുമാനിക്കുന്ന മാർ യൗസേപ്പ് പിതാവിനെ നാം ബഹുമാനിച്ചാൽ സ്വർഗം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോകും. മത്തായി സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനം. യൗസേപ്പ് പിതാവിൻ്റെ ഭക്തർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ഇന്നേ ദിവസം ധ്യാനിക്കുക. വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് ഭക്തി ഉണ്ടായിരിക്കുക എന്നാൽ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക എന്നത് മാത്രമല്ല, ഈ മഹാവിശുദ്ധനിലെ സുഹൃതങ്ങളെ അനുകരിക്കുക, അതനുസരിച്ച് ജീവിക്കുക, അദ്ദേഹത്തിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക എന്നതുകൂടിയാണ്. യൗസേപ്പ് പിതാവിനുള്ള യഥാർത്ഥ ഭക്തിയിലേക്ക് വളരുന്നവർക്ക് സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയോ അധികം. അഗ്രതയിലെ ധന്യയായ മറിയം വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് ഭക്തിയുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന അസാധാരണ കൃപകളെക്കുറിച്ച് തനിക്ക് ലഭിച്ചിരിക്കുന്ന വെളിപാടിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്: 1. ശുദ്ധത എന്ന പുണ്യം നേടാനും ശരീരത്തിൻ്റെ ദുരാശകളെ കീഴടക്കാനുമുള്ള അനുഗ്രഹം. 2. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനും ദൈവിക സൗഹൃദത്തിലേക്ക് മടങ്ങാനുമുള്ള അതിശക്തിയേറിയ അനുഗ്രഹം. മറിയത്തോടുള്ള ഭക്തിയും സ്നേഹവും നമ്മിൽ വർദ്ധിപ്പിക്കും എന്നുള്ള അനുഗ്രഹം. ഭാഗ്യപ്പെട്ട മരണം നേടിയെടുക്കുവാനും ആ മണിക്കൂറിൽ ദുഷ്ടാരൂപിയുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണവും കൃപകളും യൗസേപ്പ് പിതാവിൻ്റെ ഭക്തർക്ക് ലഭിക്കും. യൗസേപ്പ് പിതാവിൻ്റെ ഭക്തർ അവൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ പിശാചുക്കൾ ഭയചകിതരായി ഓടിപ്പോകും. യൗസേപ്പ് പിതാവിൻ്റെ ഭക്തർ അവരുടെ രോഗാവസ്ഥയിൽ ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കുവാനും എല്ലാവിധ വിഷമതകളിൽ നിന്നുള്ള സഹായവും ഈ മഹാവിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ലഭ്യമാകും. കുടുംബങ്ങളിൽ മക്കളുടെ സുരക്ഷിതത്വം നേടിയെടുക്കാനുള്ള അനുഗ്രഹം ഈ മഹാവിശുദ്ധൻ നമുക്ക് ലഭിക്കും. ഇവിടെ യൗസേപ്പ് പിതാവിൻ്റെ ഭക്തർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇതെല്ലാമാണ്. നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ യൗസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് നമ്മുടെ വത്സലതാതൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഉണ്ണിമിശിഹ പറ്റിച്ചേർന്ന് കിടന്ന അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങൾ